Q Developers ഉപ്പും മുളകും. എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഒന്നുമില്ലടി, എല്ലാരും പെട്ടെന്ന് പോയപ്പോഴേ ഒരു വിഷമോ? ശരിയാ, എനിക്കും തോന്നിയിടാ. എടി നമ്മൾ എത്ര ദിവസം നീറ്റ് ഇങ്ങനെ പോണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ലല്ലേ? എടി അത്രയും ദൂരം യാത്ര ചെയ്ത് പോകാനുള്ള മടിയാണ് എല്ലാത്തിനും കാരണം. കറക്റ്റായിട്ട് കേച്ചു. ഈ നെയ്യാറ്റിൻകരയിലുള്ള എല്ലാവരും ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു താമസിച്ചിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു അല്ലേ? നമ്മൾ പടവലത്തൊക്കെ പോണ പോലെ. പാവ അപ്പൂപ്പനെ കാണാനിട്ട് കൊതിയാവുന്നു. എടി ഇത്തവണ ഞാനേ അച്ഛൻ നെയ്യാറ്റിന് പോകുമ്പോൾ ഞാൻ കൂടെ പോകും. ഞാനും വരാം. എടി നീയും കൂടെ എൻ്റെ കൂടെ വരെ ഇറങ്ങുന്നോണ്ടാണ് അച്ഛൻ എന്നെ പോലും കൊണ്ടുപോകുന്നത്. എന്തേട്ടാ? അല്ല നിങ്ങൾ എന്നാ എടുക്കുക? ഞാൻ അതൊക്കെ നോക്കിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ്. അല്ല, ഞങ്ങള് പഴയ കഥയും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ചേട്ടനും കൂടുന്ന? അയ്യോ വേണ്ട കളവാ, ഞാൻ തപ്പി വന്നാണ്, വേറൊന്നുമില്ല. ഇവിടെ വന്നിരുന്ന കഥയും പറഞ്ഞിരിക്കാ. പഠിച്ചൂടെ രമേശ്വര നിങ്ങക്ക്? എന്റെ പൊന്നമ്മ, എത്ര കഥ പറഞ്ഞാലും അവസാനം ഞങ്ങൾ തന്നെയല്ലേ പഠിക്കണ്ടേ? അയ്യോ എന്നാ വേണ്ട, ഇന്നോട്ട് ഞാൻ പഠിക്കാം നിങ്ങക്ക് വരാം. ഈ അമ്മ അതൊന്നും ബുദ്ധിമുട്ടാവത്തില്ലേ? ഓഫീസിലെ ജോലി, പിന്നെ ഇവിടെ ഒന്ന് അടുക്കളയിലെ ജോലി, പിന്നെ പഠിത്തമൊന്നും നടക്കില്ല, സമയം കിട്ടൂല. അമ്മ ഒന്ന് അങ്ങോട്ട് ചെന്നേ. വേണ്ട, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പഠിച്ചോളാം. അച്ഛനെ അവിടെ പോയി? അച്ഛനൊരു ഫോൺ കോൾ കൊണ്ടതോ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നല്ല മുണ്ടൊക്കെ എടുത്താ പോയത്. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഇപ്പൊ വരാന്ന്. നിനിപ്പോ എന്താണാവോ പരിപാടി? അമ്മ ഒരു കാര്യം അച്ഛനെ വിളിച്ചു ചോദിക്കൂ. ജംഗ്ഷൻ നിന്നാ നിങ്ങളുടെ അച്ഛൻ ഫോണൊന്നും എടുക്കൂല. ഇങ്ങോട്ട് വരട്ടെ, വരുമ്പോ ചോദിക്കാം. വന്നിരുന്ന് പഠിക്കാൻ നോക്ക്. പോയിരുന്ന് പഠിപ്പിക്കാനാ? പഠിക്കാൻ നോക്കടാ പോയിരുന്നിട്ട്. ചേട്ടൻ പോയേ. വെറുതെ ഞങ്ങളെ കൊണ്ട് BSc-യുടെ പ്രശ്നം കുത്തി ഇളപ്പിക്കരുത്. മിസ്സായി പോയ പേപ്പേഴ്സ് എഴുതിയെടുക്കണ. നേരത്തെ പോയി പഠിക്കാം. വേണ്ട മക്കളെ, ഞാൻ മനസ്സമാനത്തോടെ ജീവിച്ച് പൊക്കോട്ടെ. ഞാൻ ഈ ഏരിയയിൽ വന്നിട്ടില്ല പോരെ. നിങ്ങൾ ഇങ്ങനെ ഇടം വല നിന്ന് തന്നാൽ മതി. ഈ കാര്യത്തിൽ നമ്മൾ സക്സസ് ആവും. ശരിയാണ്. പക്ഷേ അസോസിയേഷൻകാർ ഇങ്ങനത്തെ പരിപാടി മുമ്പ് തുടങ്ങിയിട്ടില്ല. അതാണ് നമ്മളെ വിജയം. പക്ഷെ നമ്മൾ ഇറങ്ങാൻ ലേറ്റായിടേ. കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല, നമ്മൾ കത്തി കയറിയാൽ മതി. വർക്ക് ചെയ്ത് കത്തി കയറാം നമുക്ക് കേട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത്ര എളുപ്പമുള്ള കാര്യമില്ല. കുറച്ച് കാശ് ചിലവാക്കാൻ പറ്റും. കാശ് അല്ലറ ചില പിരിവൊക്കെ നടത്തി കാശ് ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമ്മളെ ഉദ്ദേശ ലക്ഷ്യം വലുതാണ്, അത് ആലോചിക്കണം ആദ്യം. മറ്റുള്ളവർക്ക് തോന്നണ്ട. ഇവിടെ തോന്നിപ്പിക്കൂടെ? നീ നെഗറ്റീവ് പറയല്ലേ? മാറ്റർ ഉണ്ടാ? എന്താ നോട്ടീസ് അടിക്കാനുള്ള? അവിടെ ഉണ്ട്. ശരി എന്നാ. ശരി എന്നാ. എന്നാ പൈസ ആണോ? പൈസ വേണ്ട. നീലുവേ, നീലു എവിടെ ഇരിക്കണേ? ഒന്നുമില്ല. ഒരു കള ഭക്ഷണം ഒന്നുമില്ല. മക്കളെ അയ്യോ, ഒരു കാര്യം. ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഒരേ ആക്ഷേപം, എല്ലാവർക്കും ഒരുപോലെ. ഇവിടുത്തെ അസോസിയേഷൻ ഉണ്ടല്ലോ, കഴിവില്ലാത്ത അസോസിയേഷൻകാരുണ്ടാ ഇല്ലേ? നാട്ടുകാർക്ക് ഒരു ഉപകാരവും ഇല്ല. ഓണമാകുമ്പോൾ കുറേ ചാക്രൈസ് വയ്ക്കും, മടമ്പലി വയ്ക്കും, സൈക്കിളോട്ട് വയ്ക്കും. അല്ലാതെ ആർക്കും വല്ല പ്രയോജനം ഉണ്ടാ? പിള്ളേർക്ക് സ്കൂൾ തുറന്നല്ലോ, അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള പരാതി. എന്താ ഇന്ന് പറയുന്നത്? നീ എന്ത് വരും? ഒരു വരുങ്ങൂല, പറ ബാക്കി. നമ്മളെ ശത്രുക്കളാണല്ലോ ഈ അസോസിയേഷൻകാര്. ശത്രുക്കളോ? എടാ അവരല്ലടാ നമുക്കിവിടെ മെമ്പർഷിപ്പ് തരാത്ത. നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കണം പറഞ്ഞിട്ട് പണ്ട് നമുക്ക് മെമ്പർഷിപ്പ് തന്നില്ലല്ലോ, നമുക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് നമുക്ക് നാടകം കളിക്കാൻ പറ്റത്തെ. പിന്നെന്ത് സംഭവിച്ചു? അവരെ വെള്ളി വിളിച്ച് നമ്മളിവിടെ നാടകം കളിച്ചില്ല, അത് അടിയിൽ കലാശിച്ച്. എങ്ങനെ കലാശിച്ച്? അവരാളെ വിട്ട് ഇവിടെ അടിയുണ്ടാക്കി കൂവിച്ച്. തുടർന്ന് എത്ര പ്രോഗ്രാം നമ്മളിവിടെ ഈ മുറ്റത്ത് ചെയ്ത്. എല്ലാം പൊളിച്ചാരാണ്? അസോസിയേഷൻകാരെ അല്ലേ? അല്ലേ? നീ എന്തിനാ ഒരു മാനിനെ വിഴിഞ്ഞ പെരുമ്പാമ്പനെ പോലെ കരുതിക്കണേ? പറ എന്നിട്ട് അച്ഛാ, ഈ മാനിനെ വിഴുങ്ങി പെരുമ്പാമ്പ കിടക്കല്ലേ ചെയ്യാൻ നിക്കല്ലോ? എങ്ങനെയാ കണ്ടുപിടിത്ത? എന്നിട്ട് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോണം. ഞാനിപ്പോ വരാം. നീ നില്ലേ? അല്ല, ഇപ്പൊ വരാം. ഈ ചെറ്റ അലവലാതി മറ്റേ ഇതില്ലേ, നമ്മളെ അസോസിയേഷൻകാര് അവര് ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോണ. എന്താണ്? വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നു. അതും ഈ മുറ്റത്ത് വെച്ച്. ബാലേന്ദ്രൻ തമ്പി ഒറ്റയ്ക്ക്. എന്താണ്? ഞങ്ങളില്ലേ? ഞാനും ഇല്ല. വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. ഇല്ലടാ മതി, എനിക്കത് മതി. ഞാനുണ്ടാ ചാച്ചനൂടാ. ഇപ്പൊ വരാം. നീ വാ. കയ്യിലൊന്നു ഒന്നുമില്ല കയ്യില്, ഒന്നുമില്ല. അപ്പുറത്തേക്ക് എന്ത് കയ്യിലൊന്നും? ഞാൻ ഇല്ലാത്ത സമയം എന്റെ സാധനം അടിച്ച് പറഞ്ഞാ നീ അടിച്ചുവരെ. ഇത് സ്വർണ്ണമൊന്നും അല്ലല്ലോ. എന്തിനാ എടുത്തത്? ആ കിച്ചൺ കബോർഡ് ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇതാകുമ്പോ കുത്തി ഇളക്കാലോ. കുത്തി ഇളക്കാം. നിന്റെ കുട്ടമ്പളെ പാക്കോട്ട് വാങ്ങിച്ച് കുത്തി ഇളക്കടി. അതൊക്കെ പോട്ടെ, എന്താ പരിപാടി? എന്തോന്ന് പരിപാടി? എനിക്ക് നീയും വേണ്ട, ഈ മുടിയിലും വേണ്ട. എനിക്ക് എന്റെ മക്കള് മതി. അല്ലടാ, എനിക്ക്
ചേട്ടാ ആ നവാസേ നോട്ടീസ് അടിച്ചാ ആ എത്ര രൂപയായി? 10-300 രൂപയായി. ആ പിന്നെ തരേ. ആ നവാസേ ആ. എന്താ പുതിയ പരിപാടി? മറ്റേ പഠനോപകരണ വിതരണം. ഞാൻ അറിഞ്ഞ് സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ രൂപം മാറ്റരുത് കേട്ടോ അതിന്റെ രണ്ടുപേരും കൂടെ. ഏയ് അല്ല ഈ പഠനോപകരണ വിതരണം എന്ന് പറയുമ്പോഴേ ഈ ബുക്ക് ബാഗ് ജോമെട്രി ബോക്സ് ഇതൊക്കെ ഉണ്ടാവില്ല? എല്ലാ സംഭവങ്ങളും ഉണ്ട്. എത്ര പേർക്കാ ബാലു കൊടുക്കണേ? എത്ര പിള്ളേര് വരണോ അത്രയും പേർക്ക് കൊടുക്കും. പിന്നെ ഈ പാറമട തൊഴിലാളികളില്ലേ അവരുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് പുസ്തകം. ആദ്യം മലയാളി കുട്ടികൾക്കെങ്കിലും കൊടുക്കാൻ നോക്ക്. അച്ഛാ അച്ഛനാദ്യം ഇവിടുത്തെ റെസിഡൻസി എല്ലാം കേറി ഇറങ്ങട്ടെ, കുട്ടികളുടെ എല്ലാം നമ്പർ എടുക്കും. മെമ്മറി ടെസ്റ്റ് ചെയ്യണോ? അല്ല നമ്പർ എടുക്കും. ആ നമ്പർ എടുക്കും എല്ലാവരും നമ്പർ എടുക്കും. അല്ല ചേട്ടാ നമ്മ ഇത് പുതിയൊരു സംരംഭം തുടങ്ങണേ. അതെ നോട്ട്ബുക്ക് പത്രം കൊടുത്താ പോരെ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നല്ല ഇമ്പമായിട്ട് ചെയ്യണം. അച്ഛാ എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ നോട്ട്ബുക്ക് മാത്രം കൊടുത്താൽ മതി. അച്ഛാ നോട്ട്ബുക്ക് മാത്രം കൊടുത്താൽ മതി, അതാ നല്ലത്. അത് തന്നെ, അതാ ശരിയാവുള്ളൂ. അല്ല ഇവര് പറഞ്ഞതിന് കാര്യമുണ്ട്. അതാകുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് പിടിച്ചിക്കാലോ. അത് എന്ത് പ്രശ്നമാണ്? അല്ല സംതിങ് എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേടാ ആവശ്യം ഞാൻ പറയാതെ നെഗറ്റീവ് അടിക്കുന്നത് ഓർഡർ നടന്നു. നവാസേ നോട്ടീസ് ആ കൊള്ളാം വായിക്കിട്ട്. പഠനോത്സവം 2017-2018. സുഹൃത്തെ, പഠനോത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ സ്നേഹസംഘത്തിന്റെ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. സ്നേഹസംഗമോ? സ്നേഹസംഗമല്ല, എന്താണ് ഇരിക്കുന്നത്? സ്നേഹസംഘം. നമ്മുടെ ഇതിന്റെ പേരാ. അത് എപ്പൊട്ടി പേര്? ഇത് എപ്പോഴാ ഞാൻ മുമ്പ് ആലോചിച്ചാണ്. നിന്റെ അടുത്ത് പറയണമെന്നുണ്ടോ? അല്ല അല്ല പിന്നെ എല്ലാം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യാ ഞാൻ. വായിക്കിട്ട് കൊള്ളട്ടെ. കൊള്ളട്ടെ അല്ല വിവരം സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ, ബാക്കി കൊള്ളട്ടെ വായിച്ചത്. കൊള്ളു ഇങ്ങനെ പോയി കഴിഞ്ഞു. സ്നേഹസംഘത്തിന്റെ മഹത്തായ സംരംഭത്തിൽ ആളായും സാമ്പത്തികമായും സഹായം നൽകി ഈ ചരിത്ര നിമിഷത്തെ ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്നേഹസംഘത്തിന് വേണ്ടി സെക്രട്ടറി ബാലേന്ദ്രൻ തമ്പി, പ്രസിഡന്റ് നീലിമ ബാലേന്ദ്രൻ തമ്പി, ട്രഷറർ നമ്മളെ നവാസ് പാറമട. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനെപ്പോഴാ ഇതിന്റെ പ്രസിഡന്റായേ? സ്നേഹസംഘത്തിന്റെ പ്രസിഡന്റ് ഞാനെപ്പോഴാ? നീ ആയപ്പായി അത്ര അറിഞ്ഞാൽ മതി. പിന്നെ ഞാൻ ട്രഷറായ ശരിയാവോ? ക്രഷറാ? അച്ഛാ ക്രഷർ എന്ന് പറഞ്ഞാൽ പാറമടയില് മറ്റേ കല്ല് പൊട്ടിക്കുന്ന സാധനമല്ലേ? അത് ക്രഷർ, ഇത് ട്രഷർ. ഞാൻ ക്രഷ് ചെയ്ത് കളയുന്നേ. നീ പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 മണിക്കൂർ പുറത്തുനിന്ന് വർക്ക് ചെയ്തിട്ട് വരാം. ഒരു കറക്കം. ഒരു കറക്കം. നീലു നീ പറഞ്ഞ എന്തിനീ നാട്ടുകാരുടെ കൈ നീട്ടാനാ? എന്നെ കിട്ടിയൊന്നുമില്ല. പ്രസിഡന്റ് ആയപ്പോ വലിയ ജാട. ഇടീ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രസിഡന്റാണ് സ്ഥാനം, പക്ഷെ സെക്രട്ടറിക്കാണ് അധികാരം. നിനക്ക് ആദ്യം അത് മറക്കരുത്. നീ വെറും റബ്ബർ സ്റ്റാമ്പ് അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. എവിടെയാ വാടാ. ഞാനില്ല പോയിക്കുന്നു. പിന്നെ അച്ഛാ ഞാൻ വരും. അല്ല ഞാനും വരട്ടോ. നീ വരണ്ട, നീ ഇവിടെ നിന്നാ മതി. പോയിട്ട് വരാല്ലേ? ഓ ഭദ്രമായിട്ട് അവിടെ കൊണ്ടുവച്ചോ. വേണ്ട നമ്മൾ പോകുമ്പോൾ നോട്ടീസ് ഇത്ര വിവരം ബോധമില്ലാത്ത ആളാണല്ലോ നമ്മളെ കാശു. ഫ്രണ്ട് കയറാ. വിചാരിച്ചോലെ പിരിഞ്ഞൊന്നും കിട്ടിയില്ലടേ. അച്ഛാ ഇത് ഫസ്റ്റ് ദിവസമല്ലേ, ഇന്ന് തന്നെ ഇത്രയും കിട്ടിയില്ലേ അച്ഛാ? അതൊക്കെ തിന്നടാ. അച്ഛാ നാളെ ഞാൻ പിരിഞ്ഞ് വരുമ്പോഴേ എനിക്ക് ബിരിയാണി മേടിച്ചാ? ചിക്കൻ ബിരിയാണി മേടിച്ചാ? ചിക്കൻ ബിരിയാണി എടാ, ഇത് കണക്ക് കാണിക്കാനുള്ളതാണ്. കണക്ക് കാണിച്ചോ? അതർ എക്സ്പെൻസ് കൂട്ട്. അതർ എക്സ്പെൻസ്. അച്ഛാ ഈ രാഷ്ട്രീയക്കാരൊക്കെ ആദ്യം പിരിവെടുക്കും, എന്നിട്ട് അതിന്റെ പാതി എവിടെ പോകുന്നറിയോ? അവിടെ വയറ്റി പോകും. ഇത് രാഷ്ട്രീയ പിരിവല്ല കേട്ടാ. അതുകൊണ്ടല്ലേ ഞാൻ ഇതിലൊതുക്കിയേ. കള്ള ജ്യൂസ് വാങ്ങിച്ചാ പിന്നെ അങ്ങനെടാ. അതൊന്നും നടക്കുന്നു, ദാഹിക്കത്തില്ലേ? അയ്യ അവൻ ജ്യൂസേ കുടിച്ചു. പ്രസിഡന്റ് നീലു. അത് ശരി, പിരിവഴിഞ്ഞെത്തിയാ? എന്റെ അമ്മോ, പിരിഞ്ഞ് കിട്ടാൻ വലിയ പാടി തന്നെ. 1000 ചോദിച്ചാൽ 50 രൂപ എടുത്ത് തരും. പിരിച്ചിട്ട് എത്ര കിട്ടി? 10,000 രൂപ ഇട്ടേ. അപ്പൊ തൽക്കാലില്ലേ? തിരക്കാനില്ല. അമ്മേ എല്ലാവർക്കും അറിയേണ്ട ബുക്കല്ലേ എന്നാ വിൽക്കുന്നേ, എന്നാ കൊടുക്കുന്നേ? അത് ശരിയാണ്. ഡേറ്റും ഫിക്സ് ചെയ്തില്ല, നോട്ടീസിലും അടിച്ചിട്ടില്ല. ഡേറ്റ് ഫിക്സിന് കുറച്ച് പൈസ പിരിഞ്ഞ് വരട്ടെ, എന്നാലേ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. എല്ലാവരും ചോദിക്കും ഡേറ്റ് എന്താണെന്നാണ് വന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടി. ഒരുത്തന്നെ വീട്ടിൽ ഞാൻ പിരിവിന് വന്നു. പിരിവിനിപ്പോൾ പൈസയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ പുസ്തകം വാങ്ങിക്കാൻ വരാം. എൻ്റെ മക്കൾക്ക് ഇതുവരെ പുസ്തകം വാങ്ങിച്ചില്ലെന്ന്. ഞാൻ സമയം നോക്കിയാൽ ബ്യൂറേസിൻ്റെ ക്യൂര് അവിടെ കാണും. അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് അച്ഛൻ എങ്ങനെയുണ്ട്? നീ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആരെയൊക്കെ കാണാടാ?
നീ നിന്റെ കൂട്ടുകാരന്മാരെ മാത്രമേ നീ കാണുള്ളൂ. എടാ എല്ലാവരും റോഡിൽ പോകുമ്പോൾ കാണൂല. അങ്ങനെ ഞാൻ പോകുമ്പോൾ അയാൾ കാണും, വരി പോകുമ്പോൾ കാണും. അത് അത്ര മനസ്സിലാക്കിയാൽ പോകണം. അമ്മേ ഒരു കോമഡി കണ്ടാ? എന്താണ് കോമഡി കണ്ടാന്ന്? അല്ല ഒരു കോമഡി കേട്ടാ. ഞങ്ങളാണെങ്കിലേ മറ്റേ എഞ്ചിനീയറിന്റെ വീടില്ലേ നമ്മള് മറ്റേ കൊടക്കമ്പി അത് തന്നെ. ആ നമ്മള് മതില് നന്നാക്കാനും പ്ലംബർ പണിക്കൊക്കെ പോയില്ലേ, ആങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അറിയാതെ ഒന്ന് പോയി പിരിവെന്ന് ചോദിച്ചു പോയി. അമ്മോ എണീച്ചിട്ട് ഒറ്റ ചോദ്യം, നീ എന്താ പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങി? അപ്പൊ തന്നെ ഞാൻ ഓടിത്തള്ളിക്കളഞ്ഞു. പക്ഷെ അച്ഛൻ മാറിപ്പോയി. കാണിച്ചു കൊടുക്കാം അവനെ. നീലു നീ കുറെ പുസ്തകങ്ങൾ വാങ്ങണമല്ലോ. 10-20,000 രൂപ വേണ്ടി വരും. അത്രയൊക്കെ വേണ്ടി വരും. ആരെങ്കിലും കുറെ ബുക്സും അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ അതൊക്കെ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ സംഭവമൊക്കെ ഈസി ആയിരുന്നു തന്നെ. ഈസി ആയിരുന്നു അല്ലേ? നവാസിനെ ഷുക്കൂറിനെ ഞാൻ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യാൻ വിട്ടിട്ടുണ്ട്. വിട്ടല്ലേ? എത്ര രൂപ പിരിഞ്ഞാണോന്ന് അറിഞ്ഞൂടാ. അച്ഛാ എന്താ ചെയ്യുന്നേ? കണക്കുകൾ എഴുതടേ. അച്ഛാ നമ്മള് പിരിഞ്ഞ് എത്ര കിട്ടി? എല്ലാം കൂടെ ഒരു 13,000 രൂപ കിട്ടി. 8,000 നമ്മൾ പിരിച്ച്, 5,000 രൂപ നവാസും, പിന്നെ കടക്കാരെല്ലാം കൂടെ അതിന് കുറച്ച് പൈസ തരാണ്ട് എല്ലാം കൂടെ 10,000 രൂപ ആവും. ഓ അതൊന്നും തികയൊന്നുമില്ലെന്നേ. എങ്ങനെ പോയാലും ഒരു 100-500 ബുക്ക് വേണ്ടി വരും. ഒരു ബുക്കിന് ഏകദേശം 10-25 രൂപ ആവുകയും ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പെന്നും ബുക്കും അങ്ങനെ മേടിച്ചു കൊടുക്കുക. അത്ര അതാണ് നല്ലതെന്ന് തോന്നുന്നു. അച്ഛാ നാളെയാണോ പരിപാടി? നാളെയാണ് കൊടുക്കാന്ന് അനൗൺസ് ചെയ്തത്. അച്ഛാ ഇന്ന താഴെ വിശിഷ്ട അതിഥി കുളത്തറ ബാലേന്ദ്രൻ തമ്പി. ബെസ്റ്റ്. അച്ഛാ അച്ഛനല്ലേ? എന്താടാ ബെസ്റ്റ്? എടാ ഇത്രയും നല്ല പുണ്യ പ്രവർത്തിയാണ് ഞാൻ. പിന്നെ വേറെ ആരാടാ ഇഷ്ടാതിയായിട്ട് പിടിച്ചിരുത്തായി? അത് പോയിന്റ് അച്ഛാ. അതുപോലെ നാളെ ബാനർ വലിച്ചിടണം, ചെറിയൊരു മൈക്ക് സെറ്റ് ഒക്കെ വെക്കണം. എന്തിനാ അതൊക്കെ? 10 രൂപ അറിയട്ടെ. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടല്ലേ? പിന്നെ ഈശ്വര പ്രാർത്ഥന നിങ്ങൾ രണ്ടും കൂടെ പാടണം. നാളെ പാടിയാൽ മതി. ദേശാൽ വാഷാൽ വൈശാൽ ഒക്കെ മലയാളത്തിൽ പാടണം കേട്ടോ. പിന്നെ നീയാണ് അധ്യക്ഷ. ഞാനാ പ്രസംഗിക്കണ? കുറച്ച് പ്രസംഗിക്കേണ്ടി വരും. അധിക പ്രസംഗമല്ലാട്ടോ ഉദ്ദേശിച്ചേ. ബാലു ഈ കൊച്ചിനെ കൊണ്ട് ഈശ്വര പ്രാർത്ഥന പാടിക്കരുത്. അമ്മ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അതെ കുറെ ആൾക്കാരുണ്ടാവും. മക്കൾ ആര് വന്നാലും ബുക്ക് അടിക്കടിക്ക് വെച്ചേക്കല്ലേ, പറഞ്ഞ് എടുത്തിട്ട് പോട്ടെ. അച്ഛാ നമുക്ക് വലിയൊരു മണ്ടത്തരം പറ്റി. എന്തോടെ? അച്ഛാ ഈ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണ്ടേ? അയ്യോ അക്കാര്യം മറന്നേ പോയി. അച്ഛാ നമ്മുടെ റെസിഡൻസില് 2 ചേച്ചിമാർക്ക് SSLCക്ക് ഫുൾ A+. ക്യാഷ് പ്രൈസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്യാഷ് മുതലാവില്ല. ഒന്നിന് ട്രോഫി വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഷീൽഡ് വാങ്ങിച്ചു കൊടുക്കാം. അത് മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഒപ്പിട്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പിന്നെ വലിച്ചേറി കലയാണെ കൊണ്ടുള്ളൂ. എന്റെ അച്ഛൻ ഞാൻ തമാശ പറഞ്ഞതാ. ഈ സമയം തെറ്റിയുള്ള തമാശ ഉണ്ടല്ലോ, ഞാൻ വിളിച്ച് കറക്കി എങ്ങോട്ടാ നല്ല അറിയും. പറഞ്ഞത് വേണ്ട. മക്കളെ കാശു അവിടെ നമുക്ക് പിരിക്കാൻ പോവാ. അപ്പൊ ഞാൻ വരുന്നുണ്ട്. നീ വരണ്ട, നിന്നെ കുറെ നേരം കൊണ്ട് വിളിക്കണല്ലേ. അയ്യോ നവാസേ അതാ വരണ്ടാ. ഓക്കെ എന്താ ശരി എഴുതണേ? ഞാനേ നമ്മൾ ഈ പുസ്തകങ്ങൾ കൊടുക്കുന്ന കുട്ടികളുടെ പേര്, എത്ര പുസ്തകങ്ങൾ, അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. എത്ര പുസ്തകങ്ങളാ? അത് അച്ഛൻ പറയണ ഒരു കുട്ടിക്ക് ഒരു 7-8 പുസ്തകം വെച്ച് കൊടുക്കാന്നാ. എത്ര രൂപയുടെ? എൻ്റെ അമ്മ അല്ലേ ഇതിന് പ്രസിഡന്റ്, അമ്മയ്ക്ക് അറിയില്ലേ. പിന്നെ അമ്മ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ, നമ്മുടെ ഈ കനാലിന്റെ കരയില് ഒരു കോളനി ഇല്ലേ, അവിടുത്തെ കുട്ടികൾക്ക് തന്നെ വേണം ഒരു 350 പുസ്തകങ്ങള്. ഇതൊക്കെ ഞാനെങ്ങനെ അറിയണേ? വലിയ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. എല്ലാം കണ്ടൊരു മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എല്ലാം ചോദിച്ചോളാം. അമ്മ അച്ഛൻ കുറെ പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ഇതാണ്. ശരിയാ ചേട്ടൻ കൂടുതലൊന്നും പറയണ്ടാ. ചേട്ടൻ ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിച്ചാ. എത്തിയാ? എങ്ങനെ ഉണ്ടായിരുന്നു പിരിവ്? കുറച്ച് പൈസ കിട്ടാണ്ട്, എല്ലാം കൂടെ 4,000-5,000 വരും. അയ്യോ അല്ല അച്ഛാ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നവർക്ക് ഈ ചായയും പരിപാടി വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നാൽ മതി. സൂപ്പർ. കളിച്ചോട്ടാ. മഴ അറിഞ്ഞാ? ചെറിയൊരു പിന്നെ എങ്ങനെ വന്നേ? ഓട്ടോ ആട്ടല്ല പൈസ പൈസ കൊടുത്തത് ഇത് നടത്തില്ല. ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നവാസേ 1000 ഉണ്ട്.
ബാനർ ഫ്ലെക്സ് ഫ്ലെക്സ് നല്ല ഇതിട്ട് അടിക്കണം കേട്ടാ. പോട്ടെ ഓ ഇനി വേടാ ആ കുഞ്ഞിന് വേണ്ട എന്റെ ബാലു കൊടുക്ക്. പറയാൻ പറ്റില്ല, പുതിയ നോട്ട് ഒട്ടിയിരിക്കും. ആ അച്ഛാ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നേ? ബുക്ക് പഠിക്കാൻ പോണ്ടേ? എന്താ എന്നാ നവാസങ്ങളെ വിളിക്കട്ടാ? പൈസ പോയടേ. പൈസ അവിടെ പോയി? കാണാനില്ല. കാണാനില്ലേ? ദൈവമേ വന്നേ. പൈസ അവിടെ പോയി. ബാലു ബാലു പൈസ എന്തേ? പൈസ എവിടെ മറന്നു വെച്ചു? എവിടെയാണെന്ന് എനിക്ക് പിടിയില്ല. എത്ര രൂപ ഉണ്ടായിരുന്നു? 10,000-24,000 രൂപ ഉണ്ടായിരുന്നു. 24,000. അച്ഛൻ എവിടേക്ക് പോയത്? എടാ ഞാൻ ഒരിടത്തും പോയിടെ, ഒരു മുറുക്കാൻ കടയിൽ പോയി, ഒരു ചായ കടയിൽ പോയി, പിന്നെ വേറെ 2-3 പലവ്യഞ്ജന കടയിൽ പിരിക്കാൻ വേണ്ടി കയറി പോയി. അവർ പൈസ ഞാൻ ബാഗിനകത്ത് ഇടുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് പോയി എനിക്കൊരു പിടിയില്ല. ചേട്ടാ പോവാ. എൻ്റെ നവാസ ചതി പറ്റിയടേ. പൈസ പോയടേ. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യേ? അതെ, നിങ്ങൾ പോയ സ്ഥലത്തൊക്കെ പോയി നമുക്ക് അന്വേഷിക്കാം. വാ അതെ. വാ അച്ഛാ. എടാ ഞാൻ അവിടുത്തെ മരണമൊന്നുമില്ല, പോടെ. ചെല്ലു വിഷ്ണു ചെല്ല്. വാ അമ്മ. അച്ഛൻ വാച്ച. ഞാൻ വരലെന്ന്. അപ്പൊ അന്വേഷിക്കാൻ പോയിട്ട് ഒന്നാമതല്ല എല്ലാവരും നല്ല പേരാണ്. ഇത് പേര് പറ്റിക്കൽ എന്നുള്ള. ചെല്ലും ബാലു. പോയി അന്വേഷിക്കാം വാ. അച്ഛാ വിഷമിക്കണ്ട, വാ നമുക്ക് പോയി തപ്പി കണ്ടുപിടിക്കാം. വാ ചെല്ല്. എനിക്ക് വാ അന്വേഷിക്കാം. എവിടെ വച്ചടേ? കഷ്ടമാണ്. കിട്ടിയാ? എല്ലായിടത്തും അരിച്ചു പറിക്കുമേ, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യേ? എല്ലായിടത്തും വരച്ച് പറക്കി, ഒരു രക്ഷയില്ലെന്നാന്നല്ലേ പറഞ്ഞില്ല. അത് ആർക്കോ കിട്ടിയിട്ടുണ്ട്. കിട്ടിയാൽ ഞാൻ തിരിച്ചിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ എല്ലായിടത്തും പോയി നോക്കി. ആത്മഹത്യാന്ന് തോന്നുന്നു. പാവപ്പെട്ട പിള്ളേർക്ക് 10 പുസ്തകം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിങ്ങനെയായി. എന്തിനാ ഞാൻ ചെയ്യണൊക്കെ ഇങ്ങനെയായി പോകണം? ഇനിയിപ്പം വിഷമിക്കൊന്നും വേണ്ട. ബാങ്കിലൊരു 10-29,000 രൂപ കിടപ്പുണ്ട്. അതിൽ നിന്ന് 25,000 എടുത്ത് ഇതൊക്കെ ചെയ്യാം. ആ അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. നിന്നെ സമ്മതിക്കണമെന്നില്ലു. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയപ്പോഴാണ് വിചാരിച്ച് നിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന്. സത്യം പറഞ്ഞാണ്ട് നമ്മളെ ഈ സ്നേഹസംഘത്തിന് നീ ഇത്രയും വലിയ ത്യാഗം ചെയ്തതിന് നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞാൽ തീരാത്ര നന്ദിയുണ്ട്. പോടാങ്ങോട്. പോടാന്ന്. എന്നോടാണോ അച്ഛനോടാണോ? അമ്മ നിന്നോട്. ഇത് ആ ATM എടുക്കാൻ. ആ. ആ ശരി ശരി. വാ. വാ മോളെ വാ. ബാലു ഓ എന്താണ് വൈഫ് കരയണത്? അവളെ ജീവിതത്തിൽ ഇന്ന് വരെ അവളെ കൈകൊണ്ട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആനന്ദ കണ്ണീരാണ്.